നമസ്കാരം. ഇന്ന് ടുഡേ ന്യൂസിനോടൊപ്പം ഒരു അതിഥിയുണ്ട്. ഡോക്ടർമാരുടെ എല്ലാം സ്വപ്നമായ FRCS എക്സാമിനർ പദവി സ്വന്തമാക്കിയ പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷാജി ഹുസൈൻ. ഡോക്ടർമാരുടെ എല്ലാം വലിയ സ്വപ്നമാണ് FRCS എക്സാമിനർ എന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ ചവിട്ടുപടികളും ആ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ടുഡേ ന്യൂസിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഡോക്ടർ ഷാജി ഹുസൈനും അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ MD ഷംസുദ്ദീൻ, ഡോക്ടർ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരുടെ വിശേഷങ്ങളിലേക്കാണ് ടുഡേ ന്യൂസിന് പോകുന്നത്. ഡോക്ടർ സ്വാഗതം. ഒപ്പം ഷംസുദ്ദീൻ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അബേറ്റ് ഐ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു വളർച്ച പെരിന്തൽമണ്ണയിൽ ഉണ്ടായതാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയാണ് അബേറ്റിന്റെ ഒരു അസറ്റ് അല്ലെ? എങ്ങനെയാണ് സാർ ഈ ഒരു അല്ലെ? ഇപ്പൊ മലപ്പുറം ജില്ലയില് 40 ലക്ഷം ആളുകളുണ്ട്. ഓക്കെ, ഈ 40 ലക്ഷം ആളുകളിൽ FRCS ഉള്ള ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും. FRCSന്റെ എക്സാമിനർ ആയിട്ടുള്ള എത്ര ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്? ഇല്ലാന്ന് തോന്നുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക FRCS എക്സാമിനറായ ഡോക്ടറാണ് ഡോക്ടർ ഷാജി. അപ്പോൾ അബേറ്റില് ഉള്ള ഡോക്ടർമാർ മുഴുവനും ഡോക്ടർ ഷാജിയെ പോലുള്ള ആളുകളാണ്. ഡോക്ടർ ഷാജിയെ പോലുള്ള ടീം മെമ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അബേറ്റിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഷോർട്ട് പീരിയഡിൽ ഞങ്ങളുടെ വിജയത്തിന് കാരണം എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താ ഡോക്ടർ ഷാജിന്റെ അഭിപ്രായം? ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ, ഇവിടുത്തെ ഓരോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ സർജൻസിനാണെങ്കിലും നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ഒരു എക്സാമിനർ ആവുക എന്നതിനെക്കാട്ടിലും പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസിലാണെങ്കിലും അതിൽ വലിയൊരു മുതൽക്കൂട്ടാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി. അതിന് എപ്പോഴും ഞാൻ അബേറ്റിനോട് കടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ആളുടെ ഒരു ഇവിടുത്തെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ എങ്ങനെയാണ് ഇവിടെ അബേറ്റില് ഷാജി ഡോക്ടർ എങ്ങനെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത് മറ്റു ഡോക്ടർ? ഷാജി ഡോക്ടർ ഡിഫറെന്റ് നമ്മുടെ നാട്ടുകാരനല്ലേ, പെരുന്തൽമണ്ണക്കാരനായിട്ടുള്ള ഒരാള് എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫറെന്റ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ നിലക്കും അദ്ദേഹം വ്യത്യസ്ത മേഖലകളിലുള്ള ട്രെയിനിങ് നേടി പേഷ്യന്റിനോട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാർ എന്ന നിലയിൽ വരുന്ന ആൾക്കാരൊക്കെ നാട്ടുകാരാണ്. അപ്പൊ അവർക്ക് ആ പരിഗണന അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഷാജി ഡോക്ടറിലെ മറ്റുള്ള ഡോക്ടർമാരിൽ വ്യത്യസ്തമാക്കുന്ന എനിക്ക് തോന്നുന്നത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരും അറിയണം എന്നുള്ള നിലയ്ക്ക് അവരെ പഠിപ്പിക്കലിലാണ് ഞാൻ കൂടുതലും എന്റെ സ്വയം പഠനം ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ കരിയറിലും എനിക്ക് കാര്യങ്ങൾ മറക്കാതിരിക്കാനൊക്കെ എന്നെ കൂടുതൽ സഹായിക്കുന്നത് ആ പഠിപ്പിക്കലാണ്. തീർച്ചയായിട്ടും നമുക്കുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കും. അബേറ്റിനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ സാറിന്റെ കൂടെ അല്ല, നിങ്ങളുടെ ഒരു അബേറ്റ് എന്ന ഐ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ വളരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കും. ആ ബോണ്ടിങ് എങ്ങനെയാ അബേറ്റിനെ ഹെൽപ്പ് ചെയ്തു? അബേറ്റിനെ വളർത്താൻ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അല്ല, അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടീം വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഷാജി കോർണിയയുടെ ആണ് സ്പെഷ്യലിസ്റ്റ് എങ്കിൽ ഡോക്ടർ രാജേഷ് റെറ്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഡോക്ടർ സഫറുള്ള വേറെ ഒരു വിഭാഗത്തിന്റെ ആളാണ്. ഇപ്പോൾ പീഡിയാട്രിക് ഡോക്ടർമാർ കുട്ടികളുടെ കണ്ണ് നോക്കാനുള്ള ഡോക്ടർ വേറെ ഉണ്ട്, ഗ്ലൂക്കോമ ഡോക്ടർ നോക്കാൻ വേറെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ടുള്ളൊരു ടീം വർക്കാണ് നടക്കുന്നത്. അപ്പോൾ കണ്ണ് തന്നെ ഏകദേശം വ്യത്യസ്തമായ ഓരോ ഡോക്ടർമാരും വ്യത്യസ്തമായ സ്പെഷ്യാലിറ്റി മാനേജ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. എല്ലാവരും ഒരേപോലെ കണ്ട ഡോക്ടർമാരല്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോക്ടർ ഷാജി കണ്ടൊരു പേഷ്യന്റിനെ ഇപ്പൊ ഡോക്ടർ രാജേഷിന് റെഫർ ചെയ്യപ്പെടാം. കാരണം എന്താണ്, അത് ആ വിഭാഗത്തിന് നോക്കേണ്ടത് ഡോക്ടർ രാജേഷ് ആയിരിക്കും. ഡോക്ടർ രാജേഷ് കണ്ടൊരു പേഷ്യന്റിനെ ഡോക്ടർ ഷാജി കാണേണ്ടി വരും, രാജേഷ് ഇങ്ങോട്ട് റെഫർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പം പേഷ്യന്റിനെ സംബന്ധിച്ചോളം ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതിന്റെ ഏറ്റവും സബ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അബേറ്റിന് കഴിയുന്നു. അതാണ് ആ ടീമിന്റെ ഒരു പ്രത്യേകത. അത് ആ ടീമിനോട് ഇവിടുത്തെ ഒപ്റ്റോമെട്രിസ്റ്റ് ആണെങ്കിലും PRO ആണെങ്കിലും അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും ഒക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അബേറ്റ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒരു കൊടക്കീഴിൽ എന്നാണ് വെച്ചാൽ കണ്ണിന്റെ ഞരമ്പ്, കണ്ണിന്റെ കൃഷ്ണമണി, കണ്ണിന്റെ ലെൻസ്, കുട്ടികളുടെ വിഭാഗം, കണ്ണിന്റെ പ്രഷർ നോക്കുന്നത്, ഇതെല്ലാം അതാത് സ്പെഷ്യാലിറ്റികളിൽ ഇപ്പൊ അരവിന്ദ് കണ്ണാശുപത്രി, അതേപോലെ തന്നെ LV പ്രസാദ് കണ്ണാശുപത്രി, ശങ്കർ നേത്രാലയ, ഇവിടെ നിന്നെല്ലാം വിദഗ്ധമായ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ റെഫർ ചെയ്യാൻ ഇവിടെ തന്നെ ആൾ അവൈലബിൾ ആണ്. വെറും കാറ്ററാക്ട്, തിമിരം അല്ലെങ്കിൽ കണ്ണട മാത്രമല്ല
അബേറ്റിന്റെ പ്രത്യേകത. ബാക്കി എല്ലാ സബ് സ്പെഷ്യാലിറ്റിയിലെയും ഡെഫിനറ്റ്ലി വെൽ ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആണെന്നുള്ളതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ പ്രമേഹമുള്ള ആളുകൾ പ്രയോഗമാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ. പ്രമേഹമുള്ള ആളുകളുടെ കണ്ണ് നോക്കുന്ന റെറ്റിന വിഭാഗം മലപ്പുറം ജില്ലയിൽ 3 ഡോക്ടർമാരാണ് നമുക്ക് ഇവിടെ ഉള്ളത്. മനസ്സിലാക്കി? അപ്പൊ ഏത് സമയത്തും പ്രമേഹമുള്ള ഒരാൾക്ക് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ വേറൊരു സ്ഥലത്തും അങ്ങനെ ഇല്ലാത്തൊരു സംഭവമാണ്. മലപ്പുറം ജില്ലയിലല്ല എനിക്ക് തോന്നുന്നത് മലബാറിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഒരു ആതുരാലയ നഗരിയാണ്, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൂടി ഒരുപാട് ആളുകൾ ഈ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് എവിടേക്ക് എത്തുന്നുണ്ടാവും. ജംഗ്ഷനാണ് ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് കോട്ടയത്തുനിന്നും കൊല്ലത്തുനിന്നും എറണാകുളത്തുനിന്നും വരെ പേഷ്യന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടണം. അത് മാത്രമല്ല, ഇന്റർനാഷണൽ പേഷ്യൻസ്, ഒമാന്, ഇന്തോനേഷ്യയിൽ നിന്ന് പേഷ്യന്റ് വരുന്നുണ്ട്, UAE നിന്ന് പേഷ്യന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ പേഷ്യൻസും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും ഈ ഡോക്ടർമാരെ തന്നെ ഒരാൾ വന്ന് അവരുടെ റെഫറൻസിലൂടെയാണ് മറ്റുള്ള, ഇപ്പോൾ ഡോക്ടർ സാദിഖ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേഴ്സണാലിറ്റി ആണ്. മനസ്സിലാക്കി? അദ്ദേഹത്തെ അന്വേഷിച്ച് മാത്രം ആളുകൾ എത്രയോ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഇവിടുത്തെ ഒരു ഹെഡ്, നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ബോർഡിന്റെ ഹെഡാണ് ഡോക്ടർ സാദിഖ് സാറ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജനാണ്. അപ്പൊ അവരാണോ ഈ ഒരു നേട്ടത്തിന് പിന്നിലുള്ളത്? ഡെഫിനറ്റ്ലി സാറാണ് എന്റെ ഇൻസ്പിറേഷൻ. സാർ ഒരു FRCS എക്സാമിനർ കൂടിയാണ്, ഡോക്ടർ സാദിഖ് സാറാണ് എന്റെ ഗൈഡ്. എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു വലിയ കൂട്ടം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വിങ് ആണ് അബേറ്റിന്റെ ഒരു അസറ്റുകൾ. അതെ, ആ ടീമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചപ്പോൾ ഡോക്ടേഴ്സ് മാത്രമല്ല അബേറ്റിന്റെ എടുത്തു പറയാവുന്നത്, അതിന്റെ മാനേജിങ് പോസ്റ്റിലുള്ളപ്പോൾ ചെയർമാൻ കം MD ആയിട്ടുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, അതേപോലെ തന്നെ ഒരു ടീം, ഒരു മാർക്കറ്റിംഗിനായിട്ട് ഒരു സ്പെഷ്യൽ ടീം, അതെല്ലാം ഇതിന്റെയും ജെനിത്തുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു വെൽ നിറ്റ് നെറ്റ്വർക്കാണ്. എല്ലാം ഈക്വലി സ്ട്രോങ് ആണ്. ഡോക്ടേഴ്സ് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടീം ആണെങ്കിൽ മീഡിയ ടീം ആണെങ്കിൽ എല്ലാം വെരി സ്ട്രോങ് ആണ്. നമ്മുടെ ഒരു പേഷ്യന്റ് നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്ടർമാരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ആ ഒരു കുടുംബത്തിൽ നമുക്കൊരു ആൾക്ക് എന്താണ് ഒരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടായ തീരുമാനം. ഹോസ്പിറ്റാലിറ്റി ഓക്കെ, ശരിക്കും പേഷ്യൻസ് ഇവിടെ വന്നാലും വെള്ളം റെഡിയാണ്, അതേപോലെ തന്നെ ചായ ഓൺ ടൈം, കടി വൈകുന്നേരങ്ങളിൽ, അതേപോലെ സ്റ്റാഫ്സിനും അവർക്കൊരു ഹോംലി ഫീലാണ് ഇവിടെ. ഒപ്പം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ടെക്നോളജിക്കൽ സർവീസസ്. ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയാണോ നിങ്ങൾ ഈ ട്രീറ്റ്മെന്റിനായിട്ട് സജ്ജമായിരിക്കുന്നത് അബേറ്റ് ഹൈ ഹോസ്പിറ്റൽ? വിദഗ്ധരായ ഒരു ഡോക്ടർമാരും ഒപ്പം അതിവിദഗ്ധമായ മെഷീൻസും ഒക്കെ വെച്ചിട്ടാണോ നിങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ്? അതെ, അതായത് ഇപ്പോൾ ഈ മോഡേൺ വേൾഡില് ഒഫ്തൽമോളജിയുമായി, കണ്ണ് അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മിഷനറി വേണം, ആ മിഷനറി ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് അതിന് ഏറ്റവും ലേറ്റസ്റ്റ്. അതായത് അത് ഈ 2023 മിഷനറികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ, ഇപ്പോ AI വന്നു, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേ ടെക്നോളജികൾ തന്നെ AI ടെക്നോളജികൾ ഉള്ളതാണ് പലതും നമ്മുടെ മിഷനറികൾ. ഓക്കെ, കാരണം അതിപ്പോ വളരെ റീസെന്റ് സാധനമാണ്. അപ്പൊ നമുക്ക് 5 കൊല്ലം മുന്നേ വാങ്ങിച്ചൊരു സാധനത്തിൽ AI ഉണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ FRCS എന്ന് പറഞ്ഞ ഇതിന്റെ എക്സാമിനർ പദവി സ്വന്തമാക്കുമ്പോഴേ ഇന്ത്യക്ക് പുറത്തും നമ്മുടെ അബേറ്റിന്റെ ഡോക്ടർ എന്ന രീതിയിൽ അറിയപ്പെടുകയാണ്. അതെനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുന്ന ആളുകൾ പേഷ്യൻസിനെ കുറച്ചും കൂടെ അബേറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? ആ ഒരു തീർച്ചയായും അത് ഭയങ്കര സംഭവമല്ലേ. കാരണം വെച്ചാൽ ഇപ്പോ മലപ്പുറം ജില്ലയിലെ ഏക FRCS എക്സാമിനർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് ഈ ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും നല്ല ഡോക്ടർമാരെ കിട്ടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡോക്ടർമാർ ഇന്ത്യക്കാരാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അമേരിക്കയിലാണെങ്കിലും UK ന്യൂയോർക്കിൽ എവിടെയാണെങ്കിൽ പോയാലും ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടർമാർ ഇന്ത്യക്കാരാണ്. പിന്നെ എന്തുകൊണ്ട് ഡോക്ടർമാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ടെക്നോളജി പലപ്പോഴും പല സ്ഥലങ്ങളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ കുറവാണ് ഇവിടെ നികത്തുന്നത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഏറ്റവും നല്ല ഡോക്ടർമാർ.
തീർച്ചയായും അപ്പൊ അബേറ്റിന്റെ വളർച്ചയിൽ ഈ നാഴികക്കല്ലായി മാറട്ടെ. ഡോക്ടറുടെ നാഴികക്കല്ലാണ്, ഇനി അത് മാറട്ടെ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. എങ്കിലും അസറ്റിന് ഒരു അബേറ്റിന്റെ ഒരു അസറ്റ് ആണ് അല്ലെ ഡോക്ടറും ഡോക്ടറുടെ പദവികളും, ഒപ്പം ഇവിടുത്തെ മിഷനേഴ്സി ആണെങ്കിലും മറ്റു ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ കൂട്ടായ ഒരു ടീം വർക്ക്. അത് ഷുവറാണ്, ആ ടീം വർക്കിന്റെ ഒരു സ്ട്രെങ്ത് ഇവിടത്തെ ചികിത്സയിൽ ഷുവറായിട്ടും ഇവിടുത്തെ രോഗികൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ അബേറ്റിന്റെ വിശേഷങ്ങളും ഷാജി ഡോക്ടറുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനി ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് ഷാജി ഡോക്ടർ എത്തിയത് ഓരോ പടികളായിട്ട് ചവിട്ടി കയറി ആയിരിക്കും അല്ലെ. അപ്പൊ ആ വിശേഷങ്ങളും കൂടെ ഇനി നമുക്ക് അറിയാനുണ്ട്, അതിലേക്കും കൂടെ കടക്കാം. FRCSന്റെ എക്സാമിനർ ആവുക എന്നത് വലിയൊരു തപസ്യയാണ്. ഒരു നീണ്ട കാലത്തെ നിതാന്ത ശ്രമം അതിന് പിന്നിലുണ്ടായിട്ടുണ്ടാകും. എങ്ങനെയായിരുന്നു ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്തതും അതിലേക്ക് എത്തിച്ചേർന്നതുമെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇയാൾ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ തപസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ MBBS കൈവരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ തപസ്സാണ്. 5 വർഷത്തെ കഠിന പ്രയത്നം, അത് എക്സാം പാസ്സാവുക എന്നത് ഒരു ഭാഗം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് PG 3 വർഷത്തെ പ്രയത്നം, ഒരു ഒഫ്താൽമോളജി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രയത്നം. അതും കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ ആവാൻ നമ്മളുടെ കേരളത്തിലാണെങ്കിൽ പുറത്താണെങ്കിൽ പോലും FRCS ഉള്ളൊരു ഒരു ഡോക്ടർ ആവുക എന്നത് ഒരു ഭയങ്കര ഹൈ പ്രൊഫൈലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സാംസിന് നമുക്ക് 6 വർഷത്തെ നമുക്ക് ട്രെയിനിങ് എക്സ്പോഷറാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് എക്സാം കൊടുത്ത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ കരുതും ഓക്കെ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്. പക്ഷേ എൻ്റെ എയിം അത് മാത്രമായിരുന്നില്ല. ഞാൻ അതിക്കും മേലെ എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി ഹയർ പ്രൊഫൈലിലേക്ക് ഞാൻ എപ്പോഴും എൻ്റെ എയിം വെച്ചിരുന്നു. അതായിരുന്നു FRCS എക്സാമിനർ ആവുക എന്നത്. ഈ എക്സാംസ് പാസ്സാവുന്നവരുടെ അസസറായിട്ട് അവർ അതിനുള്ള കഴിവുള്ളവരാണോ അത് അസസ് ചെയ്യാനുള്ള ആ ഒരു ഹൈ പ്രൊഫൈൽ എത്തുക എന്നത് എൻ്റെ ഒരു മുമ്പേ ഉള്ളൊരു എയിമായിരുന്നു. അത് സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കൈവരിക്കാൻ പറ്റി. നമ്മൾ ഏത് നേട്ടം അച്ചീവ് ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ ഒരു സപ്പോർട്ട് അതിന് വലിയൊരു അടിത്തറയാണ്. കുടുംബമായിക്കോട്ടെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസായിക്കോട്ടെ, അബേറ്റ് ഹോസ്പിറ്റലിൻ്റെയും ഫാമിലിയുടെയും ഒരു സപ്പോർട്ട്, ഈ ഒരു FRCS എക്സാമിനർ ആവുക എന്ന ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ എത്രത്തോളം ഈ അബേറ്റിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഡോക്ടർക്കുണ്ടായിരുന്നു? അതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ ചുറ്റോറും നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം എനിക്കതിനുള്ള മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് എൻ്റെ കൂടെ നിൽക്കുന്ന ടീം. അതിലാദ്യം എനിക്ക് എൻ്റെ നന്ദി പറയേണ്ടത് എൻ്റെ പാരൻസിനോട്, ഉമ്മ, എൻ്റെ ഉപ്പ, ഭാര്യ, കുട്ടികൾ. അപ്പോൾ എൻ്റെ കരിയറിലെ ഈ പ്രൊഫൈൽ ഗ്രോത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് അബേറ്റ് ഐ ഹോസ്പിറ്റലിനോട് തന്നെയാണ്. കാരണം അവർ തന്നിട്ടുള്ള സപ്പോർട്ട്, ഞാൻ എന്ത് പറഞ്ഞാലും അത് അവർ തിരിഞ്ഞു നോക്കാതെ എനിക്ക് എല്ലാ സപ്പോർട്ടും, എനിക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ് എക്സ്പോഷേഴ്സും, സർജിക്കൽ എക്സ്പോഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും പേഷ്യൻ്റ് പ്രൊഫൈലാണെന്നുണ്ടെങ്കിലും എല്ലാം അവരാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിന് ഞാൻ എന്നും അവരോട് കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PG കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത്, അത് അബേറ്റിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് അതിലുണ്ട്. ഇപ്പോൾ എനിക്ക് PG കഴിഞ്ഞ് നമ്മൾ ഫെലോഷിപ്പ് ഇൻ കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജറിയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അത് കണ്ണിൻ്റെ കൃഷ്ണമണി അല്ലെങ്കിൽ കണ്ണ് മാറ്റി വയ്ക്കുക, കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ പടലങ്ങളായി മാറ്റി വയ്ക്കുക, ലേസിക് സർജറി, PRK സർജറി, അതേപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ലെൻസ് ഇംപ്ലാന്റേഷൻ, കാറ്ററാക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം എക്സ്പോഷേഴ്സ് അവർ ഒരു മടിയും കൂടാതെ എനിക്ക് അതിനുള്ള ട്രെയിനിങ്സും അവർക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം എൻ്റെ ഈ കരിയർ ഗ്രോത്തിന്, ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമിനായി പോകുമ്പോൾ നമുക്ക് വെറുതെ പോകാൻ പറ്റില്ല. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമുക്ക് കട്ടൻട്രി ആയിട്ട് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ക്ലിനിക്കലി ആ എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഓരോ ചോദ്യത്തിനും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ പബ്ലിക്കേഷൻസ് അവർ ചോദിക്കും, എങ്ങനെയായിരുന്നു നമ്മൾ സർജിക്കൽ എക്സ്പോഷേഴ്സ് എന്ന് ചോദിക്കും, അതേപോലെ തന്നെ എത്ര സ്റ്റുഡൻസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം എൻ്റെ നിഷ് അബേറ്റ് ഐ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. വലിയ വലിയ നേട്ടങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ FRCS എക്സാമിനർ ആവാൻ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ടാകും. അതുപോലെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നവരുണ്ടാകും. ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾക്കൊക്കെ നമ്മൾ പാത്രമാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, ഡോക്ടർ എന്ത് മെസ്സേജ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡോക്ടേഴ്സിന് കൂടെ ഈ FRCS എക്സാമിനർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, ഡോക്ടർമാർക്കായിക്കോട്ടെ, ഇവർക്ക് ഡോക്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ആ ഒരു മെസ്സേജ് അതിൽ എനിക്ക് കൊടുക്കാനുള്ള ഒരു വലിയ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ വെറും ജയങ്ങൾ മാത്രം നേരിട്ട് എത്തിപ്പെട്ട ഒരു കാര്യമല്ല. ഞാൻ കുറേ തോറ്റിട്ടുണ്ട്. പക്ഷേ ഓരോ തോൽവിയിലും എനിക്കൊരു പാഠമുണ്ടായിരുന്നു. ആ പാഠം ഞാൻ രണ്ടാമത് ആ തെറ്റ് ആവർത്തിക്കാതെ തന്നെ സ്വയം തളരാതെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് കാരണം
ഓരോ സ്റ്റെപ്പിലും അടുത്ത പടി ഉയരാൻ വേണ്ടി ചിലപ്പോൾ പിന്നെയും പോവും, എക്സാം എഴുതും, തോൽക്കും, പിന്നെയും പോവും, പിന്നെയും എക്സാം എഴുതും, തോൽക്കും. പക്ഷേ ഓരോ തോൽവിയിലും നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. പക്ഷേ ഓരോ വീഴ്ചയും അടുത്ത ഉയർച്ചയിലേക്കുള്ളൊരു ശ്രമമാണ് എന്നുള്ള നിൽക്കുന്നത്. ഇപ്പോൾ സിനിമാ താരങ്ങളും പലരും പറഞ്ഞത് നമുക്കെല്ലാവർക്കും കേൾക്കുന്നതാണ്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് സത്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളും, റൈറ്റ് ഫ്രം FRCS എക്സാം, ഞാൻ ചെയ്യുന്ന സർജറീസിലുള്ള വിജയങ്ങളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഫെലോഷിപ്പിൽ എനിക്ക് കിട്ടിയ മാർക്കാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈ ഫൈനലി എക്സാമിനർ ആവാൻ പറ്റി എന്നുള്ളതിലും, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ഇപ്പം അതിനുള്ള ഓരോ ശ്രമത്തിനുള്ള വിജയങ്ങളായിട്ട് ദൈവം ഓരോന്ന് തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ദൈവത്തിനോട് തന്നെ കടപ്പാട്, അത് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ തോൽവിയിലും തളരാതെ അത് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നേറണം. അതാണ് എനിക്ക് തരാനുള്ള ഒരു വലിയ അഡ്വൈസ്.